സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ ലെഫ്റ്റ് ഓവർ ടോപ്പിക്സ് ആണിത്. ഈത്തർനെറ്റ്, IEEE സ്റ്റാൻഡേർഡ്സ് ആൻഡ് വയർലെസ് ലാൻസ്. വയേർഡ് ലാൻസും വയർലെസ് ലാൻസും. വയേർഡ് ലാൻസിൽ ഈത്തർനെറ്റും പിന്നെ IEEE സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, പിന്നെ വയർലെസ് ലാൻസുമാണ് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പം സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഡാറ്റ ലിങ്ക് ലെയർ ആണ്. ഡാറ്റ ലിങ്ക് ലെയറിൻ്റെ ഫങ്ഷണാലിറ്റീസ് കാര്യങ്ങളൊക്കെയാണ് പഠിച്ചത്. ഓക്കെ, അപ്പം വയേർഡ് ലാൻസിന് എക്സാമ്പിൾ നമ്മൾ ഈത്തർനെറ്റാണ് പഠിക്കുന്നത്. LAN is a computer network that is designed for a limited geographic area such as building or a campus. ഓക്കെ, LAN എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലിമിറ്റഡ് ജോഗ്രഫിക് ഏരിയയ്ക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന നെറ്റ്വർക്കാണ് LAN എന്ന് പറയുന്നത്. It has several technologies such as Ethernet, token ring, token bus, FTTI and ATM LAN, but Ethernet is by far the dominant technology. ഒരു ലാനിന് സെവറൽ ടെക്നോളജീസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും, അതായത് ഈതർനെറ്റ്, ടോക്കൺ റിംഗ്, ടോക്കൺ ബസ്, FTTI പോലെയുള്ള നിരവധി ടെക്നോളജീസ് ഒരു ലാൻ യൂസ് ചെയ്യുന്നുണ്ട്, ലാൻ ഇംപ്ലിമെൻ്റ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈതർനെറ്റാണ് ഏറ്റവും ഡോമിനൻറ്റ് ടെക്നോളജി. വയേർഡ് ലാൻ, ഈതർനെറ്റ്. Computer Society of IEEE, Institute of Electrical and Electronic Engineers, started a project called Project 802 to set standards to enable intercommunication among equipment from a variety of manufacturers. IEEE ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തു, പ്രോജക്റ്റ് 802. അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഡിഫറെൻറ്റ് മാനുഫാക്ചേഴ്സിൻ്റെ ഇൻ്റർകമ്മ്യൂണിക്കേഷൻ എക്യുപ്മെൻറ്റിന് എല്ലാം കൂടെ ഒന്ന് സ്റ്റാൻഡേർഡൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ദ സ്റ്റാൻഡേർഡ് എന്ത് ചെയ്തു? ഇറ്റ് വാസ് അഡാപ്റ്റഡ് ബൈ ANSI. ദ ISO ഓൾസോ അപ്രൂവ്ഡ് ഇറ്റ് ആസ് എൻ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്. അപ്പോൾ ഈ പ്രോജക്റ്റ് 802 എന്ന് പറഞ്ഞ വെറൈറ്റി ഓഫ് മാനുഫാക്ചേഴ്സിൻ്റെ ഇൻ്റർകമ്മ്യൂണിക്കേഷൻ എക്യുപ്മെൻറ്റിൻ്റെ സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്ത ഈ പ്രോജക്റ്റ് 802 എന്ന് പറഞ്ഞ പ്രോജക്റ്റ് ANSIയും ISOയും ഒക്കെ എന്താണ് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡായിട്ട് അംഗീകരിച്ചു. ദ റിലേഷൻഷിപ്പ് ഓഫ് ദ 802 സ്റ്റാൻഡേർഡ് ടു ദ ട്രഡീഷണൽ OSI മോഡൽ. IEEE സ്റ്റാൻഡേർഡ് ഫിഗർ ഇവിടെ നോക്കുക. പ്രോജക്റ്റ് 802 യും OSI മോഡലും കൂടിയാണ് നോക്കുന്നത്. ഓക്കെ, നെറ്റ്വർക്ക്, പിന്നെ ലോജിക്കൽ ലിങ്ക് കൺട്രോൾ, മീഡിയ ആക്സസ് കൺട്രോൾ എന്ന് പറഞ്ഞ് ഡാറ്റ ലിങ്കറിനെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നു. പിന്നെ ലോവസ്റ്റ് ലെയർ, ഫിസിക്കൽ ലെയർ. ഓക്കെ, നമ്മൾ OSI മോഡൽ വെച്ചിട്ടാണ് കമ്പയർ ചെയ്തത്. ഫിസിക്കൽ ഡാറ്റ ലിങ്ക് നെറ്റ്വർക്ക് ലെയർ അതേ ഓർഡറിൽ. അപ്പം ദ IEEE ഹാസ് സബ്ഡിവൈഡഡ് ദ ഡാറ്റ ലിങ്ക് ലെയർ ഇൻറ്റു 2 സബ് ലെയേഴ്സ്, ദാറ്റ് ഈസ് ലോജിക്കൽ ലിങ്ക് കൺട്രോൾ ആൻഡ് മീഡിയ ആക്സസ് കൺട്രോൾ. LLCയും MAC ആയിട്ടാണ് കാറ്റഗറൈസ് ചെയ്തത്. LLC in IEEE 802, flow control, error control and part of the framing duties are collected into one sublayer called LLC. അതായത് ഫ്ലോ കൺട്രോൾ, എറർ കൺട്രോൾ, ഫ്രെയിമിംഗ് ഡ്യൂട്ടീസിൻ്റെ പാർട്സ് ഒക്കെ ആരാ ചെയ്യുന്നത്? LLC സബ് ലെയറാണ് ചെയ്യുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് വൺ സിംഗിൾ ഡാറ്റ ലിങ്ക് കൺട്രോൾ പ്രോട്ടോകോൾ ഫോർ ഓൾ IEEE LANs. In this way, the LLC is different from the MAC sublayer, which provide different protocols for different LANs. ഇതാണ് ഒരു ഫ്രെയിം ഫോമാറ്റ്. DSAP, SSAP, കൺട്രോൾ അപ്പർ ലെയർ ഡാറ്റ. DSAP എന്ന് പറയുന്നത് ഡെസ്റ്റിനേഷൻ സർവീസ് ആക്സസ് പോയിൻറ്റ്, സോഴ്സ് സർവീസ് ആക്സസ് പോയിൻറ്റ്. SSAP കൺട്രോൾ യൂസ് ടു കൺട്രോൾ ആൻഡ് ഫ്ലോ കൺട്രോൾ. മീഡിയ ആക്സസ് കൺട്രോൾ. IEEE 802 has created a sublayer called MAC that defines a specific access method for each LAN. ഫ്രെയിം ഫോമാറ്റ്. ഓക്കെ, അതിലുള്ള ഒരു ഫ്രെയിം ഫോമാറ്റാണിത്. അതിൽ വരുന്നത് ഇത്രയാണ്: പ്രിയാമ്പിൾ, SFD, ഡെസ്റ്റിനേഷൻ അഡ്രസ്, സോഴ്സ് അഡ്രസ്, ലെങ്ത്ത്, PDUവിൻ്റെ ലെങ്ത്ത്, പിന്നെ ഡാറ്റ ആൻഡ് പാഡിങ്. ഓക്കെ, അവിടെയാണ് ഈ DSAP, SSAP കൺട്രോൾ ഇൻഫർമേഷൻസ് ഒക്കെ വരുന്നത്. പിന്നെ CRC. പ്രിയാമ്പിൾ. ഇറ്റ് അലേർട്സ് ദ റിസീവിംഗ് സിസ്റ്റം ടു ദ കമ്മിങ് ഫ്രെയിം. ഓക്കെ, റിസീവിംഗ് സിസ്റ്റത്തിനെ അലേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രിയാമ്പിൾ ബിറ്റ് യൂസ് ചെയ്യുന്നത്. ആൻഡ് എനേബിൾസ് ഇറ്റ് ടു സിങ്ക്രണൈസ് ഇറ്റ്സ് ഇൻപുട്ട് ടൈമിംഗ്. സ്റ്റാർട്ട് ഫ്രെയിം ഡീലിമിറ്റർ, SFD. ഒരു ഫ്രെയിമിൻ്റെ ബിഗിനിങ് സിഗ്നൽ ചെയ്യാനാണ് SFD യൂസ് ചെയ്യുന്നത്.
DA ഡെസ്റ്റിനേഷൻ അഡ്രസ്സ്, ഡെസ്റ്റിനേഷൻ സ്റ്റേഷൻ്റെ ഫിസിക്കൽ അഡ്രസ്സ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. സോഴ്സ് അഡ്രസ്സ്, സെൻറ്ററിൻ്റെ ഫിസിക്കൽ അഡ്രസ്സ് ആയിരിക്കും ഈ ഒരു ഫീൽഡിൽ ഉണ്ടാവുക. ലെങ്ത് ഓർ ടൈപ്പ്, ഡാറ്റ ഫീൽഡിലുള്ള നമ്പർ ഓഫ് ബൈറ്റ്സ് ആണ് ലെങ്ത് ഫീൽഡിൽ ഉണ്ടാവുക. ഡാറ്റ, ദിസ് ഫീൽഡ് ക്യാരീസ് ഡാറ്റ എൻക്യാപ്സുലേറ്റഡ് ഫ്രം ദ അപ്പർ ലെയർ പ്രോട്ടോകോൾസ്. CRC, എറർ ഡിറ്റക്ഷൻ ഇൻഫർമേഷൻ ആണ് CRC ഫീൽഡിൽ ഉണ്ടായിരിക്കുക. ദ സ്റ്റാൻഡേർഡ് ഹാസ് ഗോൺ ത്രൂ 4 ജനറേഷൻ, അതായത് ഇഥർനെറ്റിനെ 4 ജനറേഷനായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. സ്റ്റാൻഡേർഡ് ഇഥർനെറ്റ്, ഫാസ്റ്റ് ഇഥർനെറ്റ്, ജിഗാബിറ്റ് ഇഥർനെറ്റ് ആൻഡ് 10 ജിഗാബിറ്റ് ഇഥർനെറ്റ്. ഇങ്ങനെ 4ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം. സ്റ്റാൻഡേർഡ്, ഫാസ്റ്റ്, ജിഗാബിറ്റ് ആൻഡ് 10 ജിഗാബിറ്റ്. 10/5 തിക്ക് ഇഥർനെറ്റ്. ഇതിൽ സ്റ്റാൻഡേർഡ് ഇഥർനെറ്റിന് 10 Mbps സ്പീഡാണ്. ഫാസ്റ്റ് ഇഥർനെറ്റ് 100, ജിഗാബിറ്റിന് 1 Gbps ആൻഡ് 10 ജിഗാബിറ്റ് ഇഥർനെറ്റ് 10 ജിഗാബിറ്റ് പെർ സെക്കൻഡ്സ് ആണ് അതിൻ്റെ സ്പീഡ്. ഈ സ്റ്റാൻഡേർഡ് ഇഥർനെറ്റ് കോമൺ ഇംപ്ലിമെൻറ്റേഷൻസ് 4 ടൈപ്പാണ്: 10/5, 10/2, 10/T ആൻഡ് 10/F. 10/5 thick Ethernet. The nickname derives from the size of the cable, which is roughly the size of the garden hose and too stiff to bend with your hands. 10/5 എന്ന് പറയുന്നത് തിക്ക് ഈഥർനെറ്റ് ആണ്. കേബിളിൻ്റെ സൈസിൽ നിന്നാണ് ആ ഒരു പേര് വന്നത്. 10/2 തിൻ ഈഥർനെറ്റ് ആണ്, അല്ലെങ്കിൽ ചിപ്പർ നെറ്റ് എന്നും പറയും. ബസ് ടോപ്പോളജിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ കേബിൾ തിന്നറാണ്, ഫ്ലെക്സിബിളാണ്. അടുത്തത് 10/T, T ഫോർ ട്വിസ്റ്റഡ് പെയർ ഇഥർനെറ്റ്. ഫിസിക്കൽ സ്റ്റാർ ടോപ്പോളജിയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ദ സ്റ്റേഷൻസ് ആർ കണക്റ്റഡ് ടു എ ഹബ് വയ 2 പെയേഴ്സ് ഓഫ് ട്വിസ്റ്റഡ് കേബിൾ. അടുത്തത് 10/F, ഫൈബർ ഇഥർനെറ്റ്. സ്റ്റാർ ടോപ്പോളജിയാണ് യൂസ് ചെയ്യുന്നത്. സ്റ്റേഷൻസിനെ ഹബ്ബായിട്ട് കണക്ട് ചെയ്യാൻ സ്റ്റാർ ടോപ്പോളജിയാണ് യൂസ് ചെയ്യുന്നത്. അടുത്തത് വയർലെസ് ലാൻസ്. 2 പ്രോമിസിങ് വയർലെസ് ടെക്നോളജീസ് ഏതൊക്കെയാണ്? ഒന്ന് 802.11 വൈഫൈ, അടുത്തത് ബ്ലൂടൂത്ത്. ഓക്കെ, അടുത്തത് IEEE 802.11 ആർക്കിടെക്ചർ. ദ സ്റ്റാൻഡേർഡ് ഡിഫൈൻസ് 2 types of services: ബേസിക് സർവീസ് സെറ്റ് ആൻഡ് എക്സ്റ്റെൻഡഡ് സർവീസ് സെറ്റ്, BSS ആൻഡ് ESS. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഈ സർവീസസ് തന്നെ ചോദിച്ചിട്ട് കാണാറുണ്ട്. BSS, it is made of stationary or mobile wireless stations and an optional central base station known as access point. A BSS without an AP is called an ad hoc network. BSS ഇല്ലാത്ത BSS അതായത് ബേസിക് സർവീസ് സെറ്റ് എന്ന് പറയുന്നത് പിന്നെ എന്താണ്, സ്റ്റേഷനറി അല്ലെങ്കിൽ മൊബൈൽ വയർലെസ് സ്റ്റേഷൻസിൻ്റെ ഒപ്പം ഓപ്ഷനായിട്ടുള്ള ഒരു സെൻട്രൽ ബേസ് സ്റ്റേഷൻ ആയിട്ടുള്ള ആക്സസ് പോയിൻറ്റും കൂടെ ചേർത്തിട്ടുള്ളതാണ് BSS എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ഡയഗ്രത്തിൽ നോക്കിയാൽ മനസ്സിലാവും BSSൻ്റെ ഒപ്പം ആക്സസ് പോയിൻ്റ് എന്ന് പറഞ്ഞ സെൻട്രൽ ബേസ് സ്റ്റേഷൻ ഉണ്ടാവാം, ഇല്ലാവാതിരിക്കാം, ഓപ്ഷണലാണ്. അപ്പം ഒരു BSSൻ്റെ ഒപ്പം ഒരു ആക്സസ് പോയിൻ്റ് സ്റ്റേഷൻ ഉള്ള ഒരു നെറ്റ്വർക്കിനെ ഇൻഫ്രാസ്ട്രക്ചർ നെറ്റ്വർക്ക് എന്നും, അതേസമയം ആക്സസ് പോയിൻ്റ് എന്ന് പറഞ്ഞ സെൻട്രൽ ബേസ് സ്റ്റേഷൻ ഇല്ലാത്ത ഒരു ബേസിക് സർവീസ് സെറ്റിന് ആഡ് ഹോക്ക് നെറ്റ്വർക്ക് എന്നുമാണ് പറയാം. അടുത്തത് ESS. 2 അതിലധികമോ BSS വിത്ത് ആക്സസ് പോയിൻറ്റ്സ് കണക്ട് ചെയ്താൽ അല്ലെങ്കിൽ കമ്പൈൻ ചെയ്തിട്ട് കിട്ടുന്നതാണ് എക്സ്റ്റെൻഡഡ് സർവീസ് സെറ്റ്. അതായത് 2 or more BSS വിത്ത് ആക്സസ് പോയിൻറ്റ്സ് ആണ് എക്സ്റ്റെൻഡഡ് സർവീസ് സെറ്റ് എന്ന് പറയുന്നത്. ദ BSS ആർ കണക്റ്റഡ് ത്രൂ എ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ഇതിൽ BSS ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വഴിയാണ് കണക്ട് ചെയ്യുന്നത്. ആ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു വയേർഡ് ലാനാണ് സാധാരണ രീതിയിൽ. ഓക്കെ, അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം BSSലുള്ള ആക്സസ് പോയിൻറ്റ്സിനെയാണ് കണക്ട് ചെയ്യുന്നത്. The extended service set uses 2 types of stations: mobile stations and stationary stations. Mobile stations are normal stations inside a BSS. നോർമൽ സ്റ്റേഷൻസിനെയാണ് മൊബൈൽ സ്റ്റേഷൻ എന്ന് പറയുന്നത്. സ്റ്റേഷനറി സ്റ്റേഷൻസ് എന്ന് പറയുന്നത് ആക്സസ് പോയിൻറ്റ് സ്റ്റേഷൻസ് ആണ്.
സ്റ്റേഷൻ ടൈപ്സ് ഡിഫൈൻസ് 3 ടൈപ്സ് ഓഫ് സ്റ്റേഷൻസ് ബേസ്ഡ് ഓൺ ദർ മൊബൈലിറ്റി. മൂന്ന് ടൈപ്പ് സ്റ്റേഷൻസ് ആണുള്ളത്. നോ ട്രാൻസിഷൻ സ്റ്റേഷൻ, BSS ട്രാൻസിഷൻ, അതുപോലെ ESS ട്രാൻസിഷൻ. നോ ട്രാൻസിഷൻ എന്ന് പറയുമ്പോൾ എ സ്റ്റേഷൻ വിത്ത് നോ ട്രാൻസിഷൻ മൊബിലിറ്റി ഈസ് ഐദർ സ്റ്റേഷനറി ഓർ മൂവിങ് ഓൺലി ഇൻസൈഡ് എ BSS. ഒരു സ്റ്റേഷന് മൊബിലിറ്റി ഒന്നും ഇല്ല. ഓക്കെ. നോ ട്രാൻസിഷൻ മൊബൈലിറ്റി എന്ന് പറയുന്നത് ഒന്നുകിൽ സ്റ്റേഷനറി അല്ലെങ്കിൽ ഇൻസൈഡ് ദ BSS ആയിരിക്കും. അടുത്തത് BSS ട്രാൻസിഷൻ. എ സ്റ്റേഷൻ വിത്ത് BSS ട്രാൻസിഷൻ മൊബിലിറ്റി ക്യാൻ മൂവ് ഫ്രം വൺ BSS ടു അനദർ ബട്ട് ദ മൂവ്മെൻറ്റ് ഈസ് കൺഫൈൻഡ് ഇൻസൈഡ് ദ ESS. ഒരു BSSൽ നിന്നും മറ്റൊന്നിലേക്ക്. അതാണ് BSS ട്രാൻസിഷൻ. അടുത്തത് ESS ട്രാൻസിഷൻ. ESS ട്രാൻസിഷൻ മൊബിലിറ്റി ക്യാൻ മൂവ് ഫ്രം വൺ ESS ടു അനദർ. മാക്സ് സബ് ലെയർ 802.11ൻ്റെ മാക്സ് സബ് ലെയറാണ് അടുത്ത ടോപ്പിക്. അപ്പം രണ്ട് മാക്സ് സബ് ലെയർ ആണുള്ളത്. ഡിസ്ട്രിബ്യൂട്ടഡ് കോർഡിനേഷൻ ഫംഗ്ഷൻ DCFും അതുപോലെ പോയിൻറ്റ് കോർഡിനേഷൻ ഫംഗ്ഷൻ PCFും. ഓക്കെ, അതായത് 802.11 വൈഫൈ നെറ്റ്വർക്കിൽ മാക്സ് സബ് ലെയറിനെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നു. DCFും അതുപോലെ തന്നെ PCFും. DCF uses CSMA bar CA as access method. Carrier sends multiple access collision avoidance ആണ് ആക്സസ് മെത്തേഡായിട്ട് യൂസ് ചെയ്യുന്നത്. ഫ്രെയിം എക്സ്ചേഞ്ച് ടൈം ലൈൻ. Before sending a frame, the source station senses the medium by checking the energy level at the carrier frequency. The channel uses a persistent strategy with backoff until the channel is idle. After the station is found to be idle, the station waits for a period of time called DIFS, ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ്റർഫ്രെയിം സ്പേസ്. അതായത് ചാനൽ എന്ത് ചെയ്യുന്നു, സ്റ്റേഷൻസ് എന്ത് ചെയ്യുന്നു, മീഡിയം സെൻസ് ചെയ്യുന്നു. അപ്പോൾ എന്താണ്, ഒരു സ്റ്റേഷൻ എന്താണ് പിന്നെ ചാനൽ സെൻസ് ചെയ്തപ്പോൾ ഫ്രീ ആണെന്ന് കണ്ടപ്പോൾ സ്റ്റേഷൻ ഇമ്മീഡിയറ്റ് ആയിട്ട് അയക്കുന്നതിന് പകരം ഒരു പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം വെയിറ്റ് ചെയ്യുന്നു. അതിന് പറയുന്ന പേരാണ് ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ്റർഫ്രെയിം സ്പേസ് DIFS. എന്നിട്ട് എന്താണ്, സ്റ്റേഷൻ ഒരു കൺട്രോൾ ഫ്രെയിം അയക്കുന്നു. ആ കൺട്രോൾ ഫ്രെയിമിൻ്റെ പേരാണ് RTS, റിക്വസ്റ്റ് ടു സെൻഡ്. ഈ RTS റിസീവ് ചെയ്യുകയും അതിനുശേഷം ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡ് വെയിറ്റ് ചെയ്യുകയും ചെയ്ത ശേഷം ആ ടൈം പീരീഡിന് പറയുന്ന പേരാണ് ഷോർട്ട് ഇൻ്റർഫ്രെയിം സ്പേസ് SIFS. ഈ ഒരു ടൈം പീരീഡ് വെയിറ്റ് ചെയ്ത ശേഷം ഡെസ്റ്റിനേഷൻ എന്ത് ചെയ്യുന്നു, ഒരു കൺട്രോൾ ഫ്രെയിം തിരിച്ചയക്കുന്നു. അതിനെ പേര് ക്ലിയർ ടു സെൻഡ് CTS. അതാണ് സോഴ്സ് സ്റ്റേഷന് തിരിച്ചയക്കുന്നത്. അതിനുശേഷം എന്ത് ചെയ്യുന്നു, സോഴ്സ് സ്റ്റേഷൻ സെൻസ് ഡാറ്റ ആഫ്റ്റർ വെയിറ്റിംഗ് ആൻ എമൗണ്ട് ഓഫ് ടൈം ഈക്വൽ ടു SIFS. ഈ SIFS ടൈമിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ടൈം വെയിറ്റ് ചെയ്ത ശേഷം സോഴ്സ് സ്റ്റേഷൻ ഡാറ്റ സെൻഡ് ചെയ്യുന്നു. ഡെസ്റ്റിനേഷൻ സ്റ്റേഷനും അതുപോലെ എന്ത് ചെയ്യുന്നു, SIF ടൈം ഈക്വലൻ്റ് ആയിട്ടുള്ളൊരു ടൈം വെയിറ്റ് ചെയ്ത ശേഷം ഒരു അക്നോളജ്മെൻറ്റ് തിരിച്ചയക്കുന്നു. അതായത് ഇന്ന ഫ്രെയിം സക്സസ്ഫുള്ളി റിസീവ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. When a station sends an RTS frame, it includes the duration of frame that it needs to occupy the channel. The stations that are affected by this transmission create a timer called network allocation vector NAV that shows how much time must pass before these stations are allowed to check the channel for idleness. അടുത്തത് PCF. It is an optional access method that can be implemented in an infrastructure network. It has a centralized contention-free polling access method. The access point performs polling for stations that are capable of being polled. ഇതാണ് ഫ്രെയിം ഫോർമാറ്റ്. ഇതിൽ 9 ഫീൽഡ്സ് ആണ് ഉള്ളത്. മാക് ലെയറിന് ഫ്രെയിം കൺട്രോൾ, അതിൻ്റെ സബ് ഫീൽഡ്സ് ആണ് വേർഷൻ ടൈപ്പ്, സബ് ടൈപ്പ്, ടു ഡെസ്റ്റിനേഷൻ ഫ്രം DS, MoFlag, retrieve, PWR management, more data, wired equivalent privacy and reserved. Defines duration of transmission. Okay, addresses. There are 4 addresses fields. Each 6 bytes ആണ് ലെങ്ത്. അടുത്തത് സീക്വൻസ് കൺട്രോൾ. ഫ്രെയിമിൻ്റെ സീക്വൻസ് നമ്പർ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഫ്രെയിം ബോഡി എന്ന് പറയുന്നത് ഇൻഫർമേഷൻ്റെ ടൈപ്പും സബ് ടൈപ്പും റെപ്രസെൻ്റ് ചെയ്യാൻ.
അടുത്തത് FCS. ഇറ്റ് കണ്ടെയ്ൻസ് എ CRC32 എറർ ഡിറ്റക്ഷൻ സീക്വൻസ്. അടുത്തതാണ് വയർലെസ് ലാനിൻ്റെ അടുത്ത പ്രോമിസിങ് ടെക്നോളജി ബ്ലൂടൂത്ത്. ഇറ്റ് ഈസ് എ വയർലെസ് ലാൻ ടെക്നോളജി ഡിസൈൻ ടു കണക്ട് ഡിവൈസസ് ഓഫ് ഡിഫറെൻറ്റ് ഫങ്ഷൻസ് സച്ച് ആസ് ടെലിഫോൺ, നോട്ട്ബുക്ക്, കമ്പ്യൂട്ടേഴ്സ്, ക്യാമറ, പ്രിൻറ്റേഴ്സ്, കോഫി മേക്കേഴ്സ് ആൻഡ് സോ ഓൺ. ഓക്കെ, അപ്പം ഡിഫറെൻറ്റ് ഫങ്ഷൻസ് പെർഫോം ചെയ്യുന്ന ഡിവൈസസുകളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യാനാണ് ബ്ലൂടൂത്ത് യൂസ് ചെയ്യുന്നത്. ഇതിന് സെവറൽ ആപ്ലിക്കേഷൻസ് ഉണ്ട്. പെരിഫറൽ ഡിവൈസസ് സച്ച് ആസ് വയർലെസ് മൗസ് ഓർ കീബോർഡ് ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് എ കമ്പ്യൂട്ടർ. അതായത് നമ്മൾ കണ്ടിട്ടില്ലേ കമ്പ്യൂട്ടറായിട്ട് ഒരു വയർലെസ് മൗസ്, കീബോർഡൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അത് ബ്ലൂടൂത്ത് വഴിയാണ്. മോണിറ്ററിംഗ് ഡിവൈസസ് ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് സെൻസർ ഡിവൈസസ് ഇൻ എ സ്മോൾ ഹെൽത്ത് കെയർ സെൻറ്റർ. Bluetooth was originally started as a project by Ericsson Company. It is named for Harald Blantad, the king of Denmark, who united Denmark and Norway. എറിക്സൺ കമ്പനിയുടെ ഒരു പ്രോജക്റ്റായിട്ടാണ് ബ്ലൂടൂത്ത് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തത്. ഇറ്റ് ഈസ് ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് എ പ്രോട്ടോക്കോൾ ഡിഫൈൻഡ് ബൈ IEEE 802.15 സ്റ്റാൻഡേർഡ്. ആർക്കിടെക്ചർ ബ്ലൂടൂത്ത് 2 ടൈപ്പ് നെറ്റ്വർക്ക്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യുന്നത്. പൈക്കോനെറ്റ്, സ്കാറ്റർനെറ്റ്. പൈക്കോനെറ്റ് എന്ന് പറയുന്നത് ബ്ലൂടൂത്ത് നെറ്റ്വർക്ക് ഈസ് കോൾഡ് പൈക്കോനെറ്റ് ഓർ സ്മോൾ നെറ്റ്. ഇറ്റ് ക്യാൻ ഹാവ് അപ് ടു 8 സ്റ്റേഷൻസ്. പൈക്കോനെറ്റിന് അപ് ടു 8 സ്റ്റേഷൻ വരെ ആകാം. അതിൽ ഒന്ന് പ്രൈമറിയും ബാക്കിയുള്ളതെല്ലാം സെക്കൻഡറീസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. All the secondary stations synchronize the air clocks and hopping sequence with the primary. The communication between the primary and the secondary can be one-to-one or one-to-many. Although Piconet can have a maximum of 7 secondaries, an additional 8 secondaries can be in the parked state. അതായത് മാക്സിമം 7 സെക്കൻഡറീസേ പറ്റുമെങ്കിലും ഒരു അഡീഷണൽ 8 സെക്കൻഡറീസിനെ ഒരു പാർക്ക്ഡ് സ്റ്റേറ്റിലാക്കിയിട്ട് മാറ്റിയിട്ട് അവിടെ സേവ് ചെയ്യാൻ പറ്റും. സ്കാറ്റർനെറ്റ്. പൈക്കോനെറ്റ്സിനെ കമ്പൈൻ ചെയ്തിട്ടാണ് സ്കാറ്റർനെറ്റ് കിട്ടുന്നത്. എ സെക്കൻഡറി സ്റ്റേഷൻ ഇൻ വൺ പൈക്കോനെറ്റ് ക്യാൻ ബി ദ പ്രൈമറി ഇൻ അനദർ പൈക്കോനെറ്റ്. ഒരു പൈക്കോനെറ്റിലെ സെക്കൻഡറി സ്റ്റേഷൻ മറ്റൊരു പൈക്കോനെറ്റിലെ പ്രൈമറി ആവാം. ഒരു സ്റ്റേഷൻ എന്ന് പറയുന്നത് അതുപോലെ 2 പൈക്കോനെറ്റ്സിലെ മെമ്പറും ആവാം. ഇവിടെ കണ്ടില്ലേ നടുക്കൊരു സ്ക്വയറിൻ്റെ ഉള്ളിൽ വരച്ചിരിക്കുന്നത്, അത് രണ്ടും എന്താണ് ആ ഒരു മെമ്പർ 2 പൈക്കോനെറ്റിലെ മെമ്പറാണ്. ഇത്രയാണ് ലെയേഴ്സ്. ബ്ലൂടൂത്തിൻ്റെ ആർക്കിടെക്ചറാണിത്. ഏറ്റവും താഴെ റേഡിയോ ലെയർ, ബേസ് ബാൻഡ് ലെയർ, L2 CAP ലെയർ, പിന്നെ ഓഡിയോ, ഡാറ്റ, കൺട്രോളൊക്കെ വരും, പിന്നെ ആപ്ലിക്കേഷൻ. ഇത്രയാണ് ബ്ലൂടൂത്തിൻ്റെ ലെയർ. ഏറ്റവും ലോവസ്റ്റ് ലെയർ റേഡിയോ ലെയർ, അതായത് ഇൻ്റർനെറ്റ് മോഡലിലെ ഫിസിക്കൽ ലെയറിന് ഇക്വലൻ്റ് ആണ്. അടുത്ത ലെയറാണ് ബേസ് ബാൻഡ് ലെയർ, അത് മാക്സ് സബ് ലെയറിന് ഇക്വലൻ്റ് ആണ്. ഇതിലെ ആക്സസ് മെത്തേഡ് എന്ന് പറയുന്നത് TDMA ആണ്, ടൈം ഡിവിഷൻ മൾട്ടിപ്ലക്സ് ആക്സിങ് ആക്സസ്. പ്രൈമറി സെക്കൻഡറി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ടൈം സ്ലോട്ട് വഴിയാണ്. ബ്ലൂടൂത്ത് യൂസ് ചെയ്യുന്ന TDMAയുടെ ഫോമാണ് TDD-TDMA, ടൈം ഡിവിഷൻ ഡ്യൂപ്ലക്സ് TDMA. It is a kind of half duplex communication in which secondary and receiver send and receive data but not at the same time. Single secondary communication. If the Piconet has only one secondary, the primary uses even numbered slots. The secondary uses odd numbered slots. Multiple secondary communication. The process is a little more involved if there is more than one secondary in the Piconet. Again, the primary uses the even numbered slots, but a secondary sends the next odd numbered slot if the packet in the previous slot was addressed to it. അടുത്തത് ഫിസിക്കൽ ലിങ്ക്സ്. പ്രൈമറിക്കും സെക്കൻഡറിക്കും ഇടയ്ക്കിൽ 2 ടൈപ്പ് ലിങ്ക്സ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. SCO ലിങ്ക്സും അതുപോലെ തന്നെ ACL ലിങ്ക്സും. SCO എന്ന് പറയുമ്പോൾ സിങ്ക്രണസ് കണക്ഷൻ ഓറിയൻറ്റഡ്, അതായത് ലേറ്റൻസി ഒക്കെ ഒഴിവാക്കേണ്ട കേസിൽ, അവോയ്ഡ് ചെയ്യേണ്ട കേസിലാണ് SCO ലിങ്ക് യൂസ് ചെയ്യുന്നത്. ഡാറ്റ ഇൻറ്റഗ്രിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെങ്കിൽ അസിങ്ക്രണസ് കണക്ഷൻലെസ് ലിങ്ക് ACL ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതാണ് ഒരു ഫ്രെയിം ഫോർമാറ്റ് എന്ന് പറയുന്നത്. ആക്സസ് കോഡ്, ഹെഡറിൽ അഡ്രസ്, ടൈപ്പ്, FAS ഇത്രയും ഫീൽഡ്സ് ഉണ്ടാവും. പിന്നെ HEC. ഓക്കെ, ആക്സസ് കോഡ്.
It contains synchronization bits and the identifier of the primary to distinguish the frame of one Piconet from another. ഒരു എന്താണ് പ്രൈമറിയെ ഒരു പൈക്കോനറ്റിൽ നിന്ന് മറ്റൊരു പൈക്കോനറ്റിൽ നിന്ന് ഡിസ്റ്റിങ്വിഷ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫീൽഡാണ് ആക്സസ് കോഡ്. ടൈപ്പ് അപ്പർ ലെയറിൽ നിന്നും വരുന്ന ടൈപ്പ് ഓഫ് ഡാറ്റ ഡിഫൈൻ ചെയ്യാനാണ് ടൈപ്പ് യൂസ് ചെയ്യുന്നത്. എഫ് ഫ്ലോ കൺട്രോൾ റെപ്രസെൻ്റ് ചെയ്യുന്നു. എ അക്നോളജ്മെൻറ്റ്, എസ് സീക്വൻസ് നമ്പർ. എച്ച് ഇ സി എറർ കറക്ഷൻ സബ് ഫീൽഡ്. ഇറ്റ് ഈസ് എ ചെക്സം ടു ഡിറ്റക്ട് എറേഴ്സ്. അത്രയേ ഉള്ളൂ.